ഹലോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ അല്ലിയുടെയും ആകാശിന്റെയും കല്യാണം കൂടാൻ വേണ്ടി വന്നിരിക്കാട്ടോ. കല്യാണത്തിന് ഒരു ദിവസം മുന്നേ തന്നെ നമ്മൾ എല്ലാവരും എത്തിയിട്ടോ. അത് പിന്നെ എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. വിൽ ബി ഹാവിങ് മൾട്ടിപ്പിൾ പ്ലാൻസ് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ. സോ അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ചാൽ നല്ല കാര്യമായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കയാക്കിംഗ് ചെയ്യാൻ പോവാണ്. ഞാൻ ഓൾറെഡി നേരത്തെ കയാക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്ന 1-2 പേരും ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാവരും കൂടെ ഒരു സ്പോട്ടൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കൂടെ ഒന്നുകൂടെ പോയി ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളെല്ലാവരും കുറച്ച് ട്രാവൽ ചെയ്യണമായിരുന്നു. ബട്ട് സ്റ്റിൽ വി വെൻ ദെയർ. അടിപൊളി ഒരു പ്ലേസ് ആയിരുന്നു. നല്ല ആംബിയൻസ്, നല്ല ക്വയറ്റ് ആയിട്ടുള്ള, അധികം തിരക്കില്ലായിരുന്നു. ഈവൻ ദോ സാറ്റർഡേ ആയിരുന്നെങ്കിൽ പോലും തിരക്കൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി. നല്ല രസമായിരുന്നു. ഊഞ്ഞാലൊക്കെ ആടി നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ എല്ലാവരും അവിടെ. ചെമ്പൂനും എനിക്കൊക്കെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എന്നാലും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. ഈ മൊമെന്റ്സ് ഒക്കെ ഇനി പെട്ടെന്ന് എങ്ങനെ കിട്ടിയില്ലെങ്കിലോ, ഇങ്ങനെ ഒരു ഫ്രീ ടൈം ഒക്കെ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ഓക്കെ, വേദനയൊക്കെ മറന്ന് നമുക്ക് എന്തായാലും ഇത് ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ നിന്നത്. അക്ഷയും ഷബറൊക്കെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അങ്ങ് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ആദ്യം ഡബിൾ ആയിട്ട് പോവാം, കയാക്ക് ഡബിൾ ആയിട്ട് പോകുന്നത് എടുക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് ഞങ്ങൾ എല്ലാവരും പ്ലാൻ മാറ്റി, എല്ലാവരും സിംഗിൾ ആയിട്ട് തന്നെ പോകാമെന്ന് ഞാനാ പറഞ്ഞത്. എനിക്കിഷ്ടമാണ് സിംഗിൾ ആയിട്ട് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സിംഗിൾ കയാക്ക് എടുത്തു. അവരാദ്യം കുറച്ച് കാണിച്ചു തരും എങ്ങനെയൊക്കെ ചെയ്യണം. ബിഗിനേഴ്സ് ഒക്കെ ആയതുകൊണ്ട് പക്ഷെ വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത് കൂടാണ്ട് അവർക്കൊരു ഒരു ടൂർ പ്രോഗ്രാം പോലെയുണ്ട്. നമ്മൾ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യണമായിരുന്നു അതിന്. പക്ഷെ അതിന് ഞങ്ങൾക്ക് സമയമില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നില്ല. അവർ നമുക്ക് 1-2 ഗൈഡ്സ് കൂടെ വരും. നമ്മളെ മാൻഗ്രൂവ് ഫോറസ്റ്റിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഒക്കെ കൊണ്ടുപോകും. സോ ഒരു 6 o'clock ആ ഒരു റേഞ്ചിലായിരുന്നു. നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മളുടെ ആ ഒരു ടൈം സ്ലോട്ടിൽ തന്നെ നമ്മൾ പോയി. ഒരു 1 hour ടൈമാണ്. ഒരു 150 rupees അവർ ചാർജ് ചെയ്യും. ബട്ട് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. അടിപൊളിയായിരുന്നു. ആക്ച്വലി ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എനിക്ക് ഇതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂല എന്നാണ്. കാരണം കയാക്കിംഗ് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. ബട്ട് ഷബർ വാസ് ദെയർ ഫോർ മീ ടു ടേക്ക് ഓൾ ദോസ് വീഡിയോസ്. ഇതെല്ലാം അവൻ എനിക്ക് എടുത്തു തന്നത്. സോ ലക്കി ഐ ഗോട്ട് സം ബ്യൂട്ടിഫുൾ മെമ്മറീസ്. ഇറ്റ് വാസ് റിയലി എ ഫൺ ഫിൽഡ് ടൈം. നമ്മൾ മത്സരമൊക്കെ വെച്ചു. ഫിനിഷിംഗ് പോയിന്റിൽ ആദ്യം ആരെത്തുന്നത് നോക്കാനൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. എന്താ പറയാ, ഭയങ്കര റിഫ്രഷ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്കത്. അങ്ങനെ ഞങ്ങളുടെ കറക്കത്തിന്റെ ഇടയിൽ നമ്മൾ വന്ന മെയിൻ കാര്യം നമ്മൾ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. ഞങ്ങൾ ഈവനിങ് ഹൽദിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എത്താനായിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഹൽദിയൊക്കെ ഓൾമോസ്റ്റ് ഓവർ ആയിരുന്നു. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. നമ്മൾ കയറി അല്ലീനെ കണ്ടു. നല്ല ബ്യൂട്ടിഫുൾ ഞങ്ങളുടെ ബ്രൈഡ് സുന്ദരി കൊച്ച്. ഞങ്ങൾ കുറച്ചു നേരം അവളുടെ ഫാമിലീനൊക്കെ കണ്ട് സംസാരിച്ചു. അതിനുശേഷം പിന്നെ നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ റൂമിലേക്ക് പോകുന്നു. നാളത്തെ പ്രിപ്പറേഷനൊക്കെ ഉണ്ടല്ലോ. So this is the day which we all were waiting for. ഞങ്ങൾ എല്ലാവരും നല്ല ഭയങ്കര സന്തോഷത്തിലും എക്സൈറ്റ്മെന്റിലായിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും മണ്ഡപത്തിലെത്തി. അവിടെ പിന്നെ അധികം ഡിലേ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേക്കും തന്നെ ബ്രൈഡും ഗ്രൂമൊക്കെ അവിടെ എത്തി. എല്ലാവരും ആ ഒരു മൊമെന്റ്, ആകാശ് അല്ലിയുടെ കഴുത്തിൽ താലി കിട്ടുന്ന ഒരു മൊമെന്റിന് വേണ്ടി ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു. കാരണം കുറച്ചധികം നാളുകളായിട്ട് ദേ വർ പ്ലാനിങ് ടു മേക്ക് ദിസ് ഹാപ്പൻ. ആ വിശേഷങ്ങളെല്ലാം അല്ലെ നമ്മളോടൊന്ന് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. സോ അപ്പം ഇത് അവരുടെ ഡ്രീം കം ട്രൂ മൊമെന്റാണ്. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും സന്തോഷം കൊണ്ട് ഞാൻ കുറച്ച് എന്താ പറയാ, ഇമോഷണൽ ആയി പോയായിരുന്നു ആ മൊമെന്റില്. അങ്ങനെ ചടങ്ങുകളെല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അല്ലിയും ആകാശും ഹാപ്പി ആയിരുന്നു. നമ്മള് ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ അടുത്ത് പോയി ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് 2 പേരും ചിയറപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്.